എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, കരങ്ങൾ നീട്ടി എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന സ്വർഗീയ ശില്പി, എൻ്റെ പ്രിയപ്പെട്ട ഈശോനാഥൻ, കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യനാഥനായ എൻ്റെ മുൻപിലേക്ക് എഴുന്നള്ളി വന്ന അവിടുത്തെ നോക്കി നമുക്ക് ഏറ്റുപറയാം: പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത മഹിമയുള്ള പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആരാധനയിൽ നമ്മൾ പ്രത്യേകം മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിന്ത ഈശോ നമ്മെ പഠിപ്പിച്ച ദൈവരാജ്യം എന്നൊരു ചിന്തയാണ്. ദൈവരാജ്യം. ലോകത്തിൽ പലപ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടെങ്കിലും ലോകരാജ്യവുമായി ഇടകലർന്ന് വേണ്ടുന്നത്ര വിവേചനമില്ലാതെ ഈ ലോകത്തിൻ്റെ അരൂപി, ലോകത്തിൻ്റെ ശക്തി, ലോകത്തിൻ്റെ അധികാരം, ലോകത്തിൻ്റെ പണം, ലോകത്തിൻ്റെ സൗന്ദര്യം, ലോകത്തിൻ്റെ കെട്ടുകാഴ്ചകൾ, കാഴ്ചക്കൂത്തുകൾ ഒക്കെ സഭയിലും ദൈവരാജ്യത്തിലും കടന്ന് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം തകിടം മറിക്കുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായൊരു ചിന്ത നമുക്ക് രൂപപ്പെടുത്തണം. ഇന്നത്തെ ആരാധനയിൽ ഈശോ നമ്മെ അതിന് സഹായിക്കും. നമ്മുടെ വിഷയം ദൈവത്തിൻ്റെ രാജ്യവും ലോകത്തിൻ്റെ രാജ്യവും. ദൈവരാജ്യവും ലോകരാജ്യവും വളരെ വ്യക്തമായി ഇത് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു രാജാവിനെ കുറിച്ചാണ്. ഈ രാജാവിൻ്റെ പേര് പീലാത്തോസ് എന്നാണ്. എന്നാൽ ആ അധ്യായത്തിൻ്റെ അവസാനത്തെ 5 വാക്യങ്ങളിൽ മറ്റൊരു രാജാവിനെക്കുറിച്ച് ലൂക്ക പഠിപ്പിക്കുന്നു. ആ രാജാവിൻ്റെ പേര് ഹെറോദേസ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ രാജ്യങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ അധികാരികളിൽ നിന്ന്, ലോകത്തിൻ്റെ എല്ലാ തരത്തിലും തലങ്ങളിലുമുള്ള ചേഷ്ടകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി, എന്നാൽ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ കൃത്യം നടുക്ക് ഏതാണ്ട് 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ദൈവരാജ്യം എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഈ അധ്യായം നമ്മൾക്ക് മനസ്സിലായാൽ എന്താണ് ലോകരാജ്യം, അതിൻ്റെ ശൈലികൾ എന്താണ്, ഈ ലോകരാജ്യം എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ ഇടകലരുന്നത്, കടന്നുകൂടുന്നത്, വേലി പൊളിച്ച് എത്തിച്ചേരുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ വളരെ ഒരു ഡിസേൺമെൻ്റ് ആവശ്യമുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം, നമ്മൾ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അതായത് പീലാത്തോസിൻ്റെ രാജ്യം, അധികാരം, രാഷ്ട്രീയം, മതത്തിൽ കയറി അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളെ കൊന്ന് അവരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി ചേർത്ത പൊളിറ്റിക്സ്, റിലീജിയനിൽ ഇടകലർന്ന് കടന്നു കയറി അക്രമത്തിൻ്റെ ഒരു രാഷ്ട്രീയം കാണിച്ച് കീഴ്പ്പെടുത്തലിൻ്റെ ഒരു അവസരം സൃഷ്ടിച്ച് ഒരു ലോകത്തിൻ്റെ അധികാരം ഈ കാലഘട്ടത്തിൽ ഈ നമ്മയൊക്കെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോടുള്ള ഈശോയുടെ സമീപനം ഇതാണ്: ഇതൊക്കെ സംഭവിച്ചതുകൊണ്ട്, ഈ മതത്തിലേക്ക് രാഷ്ട്രീയം കയറിയതുകൊണ്ട്, ഈ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം മതവുമായി ഇഴചേർന്ന് മതവും രാഷ്ട്രീയവും ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടാക്കി ഇങ്ങനെ ജീവിച്ചു എന്നതുകൊണ്ട്, അതുമൂലം അനേകർ ബലി കഴിക്കപ്പെടേണ്ടി വരുന്നതുകൊണ്ട്, രക്തസാക്ഷികളാകേണ്ടി വരുന്നു എന്നതുകൊണ്ട്, കൊല്ലപ്പെടുന്നതുകൊണ്ട്, അവരുടെ ചോര അവരുടെ മതത്തിൽ കലരുന്നതുകൊണ്ട് അവർ കൂടുതൽ മെച്ചമുള്ളവരാണ് എന്ന് നിങ്ങൾ കരുതുന്നോ? ഈശോ പറയുകയാണ്, ഇതല്ല വിഷയം. ഇത് ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ ശൈലികളാണ്. എൻ്റെ രാജ്യമെന്ന് പറയുന്നത് മറ്റൊരവസ്ഥയാണ്. എൻ്റെ രാജ്യമെന്ന് പറയുന്നത്, ദൈവരാജ്യമെന്ന് പറയുന്നത് കടുകുമണിക്ക് സദൃശമാണ്. കടുകുമണി എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത് എന്നൊരർത്ഥത്തിലല്ല, മറിച്ച് അതിനകത്തൊരു ലൈഫുണ്ട്.
ഈ ലൈഫിന് വളരെ സ്കോപ്പുണ്ട്. ഈ ലൈഫിന്, ഈ ജീവന് വളരെയേറെ സാധ്യതകളുണ്ട്. ജീവിത ചക്രവാളങ്ങളെ വിശാലമാക്കുന്ന ഒരു ടൈനി ലൈഫാണ് അതിനകത്തുള്ളത്. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. ഇതൊരുവനിൽ തൊട്ട് കിട്ടിയാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ചക്രവാളങ്ങൾ വിശാലമാകും. ഇത് വെറുതെ ഒരു രാഷ്ട്രീയത്തിന് മതവുമായിട്ടുള്ള ബന്ധമല്ല. ഇതൊരു രാജ്യത്തിൻ്റെ രാജാവിൻ്റെ രാഷ്ട്രീയ അധികാരങ്ങളിൽപ്പെട്ട് മാത്രം കഴിയുന്നതല്ല. മറിച്ച് അതിനപ്പുറത്തേക്കൊരു വലിയ ചിന്ത ദൈവരാജ്യത്തിനുണ്ട്. മറ്റൊരു രാജാവിനെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ അവസാനത്തെ 5 വാക്യങ്ങളിൽ 13-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 5 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഹെറോദേസിനെ കുറിച്ചാണ്. അപ്പോൾ തന്നെ ചില ഫരീസയർ വന്ന് അവനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോവുക, ഹെറോദേസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഇതും ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ, ഒരു രാജ്യത്തിൻ്റെ, ലോകരാജ്യത്തിൻ്റെ ശൈലിയാണ്. ഹെറോദേസ് ഈശോയെ കൊല്ലാൻ ഒരുങ്ങുന്നു. കാരണം പല ആവർത്തി ഹെറോദേസ് ഈശോയെ വിളിപ്പിച്ചു കൊട്ടാരത്തിലേക്ക്. ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കാണണം. ഹെറോദേസിന് ഇതൊരു മാന്ത്രിക വിദ്യയാണ്. ഈശോ ഒരു മജീഷ്യനാണ്. ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അവൻ ഈ കാഴ്ചക്കൂത്തുകളിൽ രമിച്ച് ജീവിക്കുന്ന ആളാണ്. ഈ ലോകത്തിൻ്റെ ഒരുപാട് ലൗകികതകളിൽ ജീവിക്കുന്ന ആളാണ്. പരസ്ത്രീ ബന്ധത്തിലും സ്ത്രീലമ്പടത്വത്തിലുമൊക്കെ ജീവിക്കുന്ന ഒരു ലൗകികനായ, തീർത്തും ലോകത്തിൻ്റെ ഇഴയടുപ്പങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഹെറോദേസ്. പലപ്പോഴും ഈശോയുടെ ഈ കാഴ്ചകൾ ദൈവരാജ്യത്തിൻ്റെ കാഴ്ചകളല്ല, മറിച്ച് അതൊക്കെ വിസ്മയ കാഴ്ചകളാണ്, അതൊക്കെ അത്ഭുതങ്ങളും അതൊക്കെ മാന്ത്രിക വിദ്യകളുമാണെന്ന് മനസ്സിലാക്കിയ ഈ മനുഷ്യൻ ഈശോയെ കാണാൻ ആഗ്രഹിച്ചു. പക്ഷേ അപ്പോഴെല്ലാം ഈശോ നോ, ഞാൻ വരുന്നില്ല. എന്നിട്ട് പിന്നീട് ഇതറിഞ്ഞിട്ട് ഹെറോദസ് പറഞ്ഞു, ഈശോയെ കണ്ടാൽ കൊന്നേര്, ഗലീലയിൽ അവൻ കാല് കുത്തിയാൽ കൊന്നേര്. ഇത് കേട്ടപ്പോൾ ഈശോ അവനോട് പറയുന്നതാണ്, ആ കുറുക്കനോട് പോയി പറ, ഇന്നും നാളെയും മറ്റന്നാളും ഞാനിവിടെ കാണും, എൻ്റെ ജോലി പൂർത്തിയാക്കും, ഞാൻ പോകും. ആ കുറുക്കൻ എന്നാണ് വിളിക്കുക. ഈ ലോകത്തിൻ്റെ ശൈലിയെ ഈശോ വിശേഷിപ്പിക്കുന്നത് കൗശലങ്ങളുടെ ഉടയാടകൾ പേറി നടക്കുന്ന കാപട്യത്തിൻ്റെയും വെച്ചുകെട്ടലുകളുടെയും ഒരു ലോകമാണ് ഈ ലോകം. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്. അത് നേരിൻ്റെ, നീതിയുടെ, സത്യത്തിൻ്റെ രാജ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഡിസേൺമെൻറ്റ് നമുക്ക് വേണം. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ കോമഡികളുടെയും മോട്ടിവേഷൻ്റെയും ഒരു ലോകത്ത് ഇങ്ങനെ ആളുകൾ രമിച്ച് ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റേതായ എല്ലാ കാര്യങ്ങളും ജീവിക്കുമ്പോൾ, ഇതൊക്കെ മെല്ലെ ദൈവരാജ്യത്തിൻ്റെ പതിപ്പായ സഭയിലേക്കും പ്രവേശിക്കുന്നുണ്ട്. സഭയിലും ഇതൊക്കെ ഇഴുകിച്ചേരുന്നുണ്ട്. അധികാരം, പണം, രാഷ്ട്രീയ ചിന്തകൾ, മനസ്സിൻ്റെ സുഖമുള്ള ഇക്കിളിപ്പെടുത്തുന്ന ചർച്ചകൾ, അധികാരങ്ങൾ പിടിച്ചു നിർത്താനുള്ള തത്രപ്പാടുകൾ, ഇങ്ങനെ എല്ലാ തരത്തിലും തലങ്ങളിലും ഈ പണത്തിൻ്റെ, ലോകത്തിൻ്റെ അരൂപി പിടിമുറുക്കുന്നുണ്ട്. നാം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടുന്ന ഈ ലോകത്തിൻ്റെ അരൂപി, ഈ ലോകരാജ്യത്തിൻ്റെ ശക്തി, പ്രിയപ്പെട്ട ദൈവമക്കളെ, യഥാർത്ഥത്തിൽ വിവേചനാശക്തിയുള്ളവർക്ക് മാത്രമേ അതിനെ നിയന്ത്രിക്കാനാവൂ, അതിനെ തിരിച്ചറിയാനാവൂ. ദൈവരാജ്യത്തിൻ്റെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവും മാത്രമേ നമ്മെ സഹായിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ നാം ക്രമേണ വേലികൾ പൊളിച്ചു കൊടുക്കും. ഈ ലോകത്തിൻ്റെ അരൂപി നമ്മുടെ സഭയിൽ പ്രവേശിക്കും, കുടുംബത്തിൽ പ്രവേശിക്കും, പൗരോഹിത്യത്തിലും സന്യാസത്തിലും പ്രവേശിക്കും. അങ്ങനെ ഈ ലോകത്തിൻ്റെ അരൂപി നമ്മെ നിരന്തരം വേട്ടയാടി തകർക്കും. നാം അറിയാതെ സാത്താന്യ രാജ്യത്തിൽ അന്ധകാരത്തിൻ്റെ കൂരിരുളുകളിലേക്ക് നമ്മൾ വീണുപോകും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ രൂപരഹിതമായി പാഴായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ ദൈവരാജ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത്, പ്രകാശം ചേർത്ത് വിശുദ്ധീകരിക്കാൻ നമുക്കാവണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, വിവേചനത്തിൻ്റെ ഒരു അരൂപിത തരണമേ. എനിക്ക് കൃത്യമായി ദൈവരാജ്യത്തിൻ്റെ അടരുകൾ മനസ്സിലാക്കി തരണമേ. ദൈവരാജ്യത്തിൻ്റെ പൊരുളുകൾ വെളിപ്പെടുത്തി തരണമേ. ഈ ലോകരാജ്യത്തിൻ്റെ ശക്തി, പ്രത്യേകതകൾ എന്നെ വേട്ടയാടാൻ അനുവദിക്കരുതേ. ഈ ലോകമണ്ഡലത്തിൽ പലപ്പോഴും ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിൻ്റെ അധികാരി, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്നിലേക്ക് പ്രലോഭനമായി വെച്ച് നീട്ടുമ്പോൾ നോ പറയാൻ, വേണ്ട എന്ന് പറയാനുള്ള ആർജവത്വം എനിക്ക് തരണമേ. ദൈവരാജ്യത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിന്ന്
കരങ്ങൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ശരീരത്തെയും മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും അവിടുത്തെ വചനത്താൽ വിശുദ്ധീകരിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ ശക്തി എനിക്ക് വെളിപ്പെടുത്തണമേ. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, എന്നാ താതൻ നിങ്ങൾക്കായെല്ലാം ചേർത്തു തന്നിടും, എല്ലാം ചേർത്തു തന്നിടും. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഒരു സ്പർശനം കിട്ടിയെങ്കിൽ മാത്രമേ, കണ്ണ് തുറന്നാൽ മാത്രമേ ഈ ലോകത്തിൽ എനിക്ക് ദൈവരാജ്യത്തിൻ്റെ ശക്തി തിരിച്ചറിയാനാവുകയുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്കുള്ള വിളിയാണിത്. ഈശോയോട് ഒന്ന് ചേർന്ന് ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള വിളിയാണിത്. അതിനാൽ കണ്ണുകൾ തുറക്കപ്പെടണം. ഇല്ല എങ്കിൽ ഈ ലോകത്തിൻ്റെ അരൂപി എൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടും. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ സുവിശേഷത്തിൻ്റെ മഹത്വപൂർണമായ സ്വരം കേൾക്കുവാൻ, സുവിശേഷത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ സാധിക്കാത്തവണ്ണം ഈ ലോകത്തിൻ്റെ അധികാരി കണ്ണുകളെ കെട്ടിയിടും, മൂടിക്കെട്ടും. കർത്താവെ, കണ്ണുകൾ കുരുടാക്കുന്ന ആരൂപിയിൽ നിന്ന് എന്നെ അവിടെ നിന്ന് രക്ഷിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ പൊരുളുകളെ വെളിപ്പെടുത്തി തരണമേ. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, എന്നാ താതൻ നിങ്ങൾക്കായെല്ലാം ചേർത്തു തന്നിടും, എല്ലാം ചേർത്തു തന്നിടും. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, എന്നാൽ താതൻ നിങ്ങൾക്കായെല്ലാം ചേർത്തു തന്നിടും, എല്ലാം ചേർത്തു തന്നിടും. കർത്താവേ, ഒന്നാമത് ചെയ്യണമെന്ന് നീ പറഞ്ഞു. അപ്പോൾ രണ്ടാമതുള്ളതും മൂന്നാമതുള്ളതും തനിയെ വന്നു ചേർന്നുകൊള്ളും. കർത്താവെ, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. സ്വർഗരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പഠിപ്പിക്കണം. അങ്ങയുടെ പാഠങ്ങൾ വെളിപ്പെടുത്തി തരണം. കർത്താവെ, അതുപോലെ എല്ലാ കാര്യങ്ങളും വന്നു ചേർന്ന് കൊള്ളുമെന്നുള്ള വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ 13-18 വരെയുള്ള വാക്യങ്ങളിലും ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കാണ് അവിടെ നമ്മളെ മോചിപ്പിച്ചിരിക്കുന്നത്. സഹോദരരെ, നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ്. അത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി പരിഗണിക്കരുത്. അത് ഭൗതിക സുഖത്തിനുള്ള, ഈ ലോകത്തിൻ്റെ സുഖത്തിനുള്ള, ഈ ലോകത്തിൻ്റെ അധികാരി വെച്ചു നീട്ടുന്ന സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി പരിഗണിക്കരുത്. പരിഗണിച്ചാൽ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്യുന്ന, പരസ്പരം നശിക്കുന്ന ഒരു ജനതയായി നമ്മൾ മാറും. ഈ ലോകത്തിൻ്റെ അരൂപയെ നമ്മെ നശിപ്പിക്കും. അതിനാൽ ദൈവരാജ്യത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവമേ, ഈ ലോകത്തിൻ്റെ ഭൗതികമായ നേട്ടങ്ങൾ, ഭൗതികമായ പുരോഗതി, ഈ ലോകത്തിൻ്റെ വികസനം മാത്രം, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ സമൂഹത്തിൻ്റെ എല്ലാ സുസ്ഥിതിക്ക് വികസനത്തിനും മാത്രം ഞാൻ അധ്വാനിച്ചാൽ, കർത്താവേ, അത് ദൈവികമായൊരു വിളിയല്ല എന്ന് വചനം എന്നെ പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, മറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ,
നിത്യതയിൽ എത്തിച്ചേരുവാൻ, ആത്മാക്കൾ നശിച്ചു പോകാതിരിക്കുവാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, ആത്മഭാരത്തോടെ ജീവിക്കുവാൻ, ഒരാത്മാവിനെങ്കിലും കർത്താവിന് വേണ്ടി നേടുവാൻ, അവിടുത്തെ നീതിയും രാജ്യവും സത്യവും അന്വേഷിക്കാനുള്ള കൃപ തരണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സ്വർഗനാട്ടിലെൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ, മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. ചേർന്ന് പാടാം. സ്വർഗനാട്ടിലെൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ, മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. ദൈവമേ, ഈ ലോകത്തിൻ്റെ ധനവും പണവും പ്രതാപവും കീർത്തിയും പെരുമയും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും നൽകുന്ന വ്യാജമായ സുരക്ഷിതത്വമാണെന്ന തിരിച്ചറിവ്, ബോധ്യം നൽകണമേ. അതിൽ അഭയം തേടാതെ കർത്താവെ, അങ്ങ് തരുന്ന ദൈവരാജ്യത്തിൽ അഭയം തേടാൻ ജ്ഞാനം തരണമേ. കർത്താവെ, അവിടുന്ന് ഇത് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ജ്ഞാനമാണല്ലോ. വിവേചനാശക്തി തരണമേ, വെളിപ്പെടുത്തി തരണമേ, വെളിപാടുകൾ നൽകണമേ. ഈ ദൈവരാജ്യത്തിൻ്റെ പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ ആനന്ദത്തോടെ അനുഭവിക്കാൻ കൃപ തരണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കർത്താവെ, അത്യാഗ്രഹത്തിൻ്റെ, പണക്കൊതിയുടെ, ധനാസക്തിയുടെ, ഈ ലോകത്തിൻ്റെ അരൂപിയുടെ, ജഡത്തിൻ്റെ വ്യാപാരങ്ങളുടെ, ദുർമോഹങ്ങളുടെ, ലാഭമല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന ചിന്താഗതിയുടെ അരൂപികളെ ഈ കുടുംബങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ആട്ടിപ്പായിക്കണമേ. തിന്മയുടെ കെട്ടുകളെ ആട്ടിപ്പായിക്കണമേ. പൈശാചിക വ്യാപാരങ്ങളെ ആട്ടിപ്പായിക്കണമേ. ഓ കർത്താവായ ഈശോയെ, ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു. നിത്യതയുടെ വെളിച്ചം നൽകണമേ. നല്ല നാഥനെ, നിനക്കായി ഞാൻ വേല ചെയ്യുവന്ത്യം വരെ. നല്ല നാഥനെ, നിനക്കായി ഞാൻ വേല ചെയ്യുവന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിദേവര തില്ലപ്പാറിൽ വിശ്രമവും. വിശ്വാസത്തോടെ അല്ലൽ തീർന്നു നിൻ സവിദേവര തില്ലപ്പാറിൽ വിശ്രമവും. സ്വർഗനാട്ടിലെൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. സ്വർഗനാട്ടിലെൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ, മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 13-14 തിരുവചനങ്ങളിൽ അവിടുന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നു. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്കു കീഴിലാണ്. ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം ഇതാണ്. പാപം ഭരണം നടത്താത്തൊരു ജീവിതം നമുക്കുണ്ടാകും. കാരണം നാം നിയമത്തിന് കീഴിലല്ല, സ്വർഗരാജ്യത്തിൻ്റെ കൃപയ്ക്കു കീഴിലാണ്. ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവെ, അവിടുത്തെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ എന്നെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. സ്തുതി ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.
ഇന്നുമെന്നും അങ്ങേക്കാരാധന.